പോഷൻ ട്രാക്കറിൽ ചൈൽഡ് ആധാർ അഥവാ കുട്ടികളുടെ ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് എററുകൾ വന്നാൽ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് കുട്ടികളുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും മറ്റും കുട്ടികളുടെ ആധാർ വിവരങ്ങൾ നമുക്ക് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികളുടെ ആധാർ വിവരങ്ങൾ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളുടെ ആധാർ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് ഇതേ രീതിയിൽ എററുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 2 എററുകളാണ് കാണാൻ സാധിക്കുക. ഒന്ന് സംതിങ് വെന്റ് റോങ് പ്ലീസ് ട്രൈ അഗൈൻ എന്നും മറ്റൊന്ന് എൻറ്റേർഡ് ആധാർ ഡീറ്റെയിൽസ് ആർ ഇൻവാലിഡ് എന്നിങ്ങനെയുമാണ്. അപ്പോൾ ഈ 2 എററുകൾ വന്നാലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടിയുടെ ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കറക്റ്റ് ആണോ എന്ന കാര്യം ചെക്ക് ചെയ്യണം. കുട്ടിയുടെ ആധാർ ഫോമിൽ നമുക്ക് 4 കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. 1 കുട്ടിയുടെ ആധാർ നമ്പർ, 2 കുട്ടിയുടെ പേര്, 3 കുട്ടിയുടെ ജനന തീയതി, 4 കുട്ടിയുടെ ജെൻഡർ. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളും കുട്ടിയുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള എററുകൾ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോമിൽ ഒന്നാമതായിട്ട് നമുക്ക് കുട്ടിയുടെ ആധാർ നമ്പറാണ് കാണുക. അത് തെറ്റുകൂടാതെ തന്നെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക. രണ്ടാമതായിട്ട് കുട്ടിയുടെ പേരാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ പേര് രേഖപ്പെടുത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തെറ്റ് സംഭവിക്കാൻ ഇടയുള്ളത്. പേര് രേഖപ്പെടുത്തുമ്പോൾ കുട്ടിയുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ കുട്ടിയുടെ പേരുള്ളത് അതേപോലെ തന്നെ കൃത്യമായി രേഖപ്പെടുത്തുക. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടിയുടെ പേരിലെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് അതേ സെയിം സ്പെല്ലിംഗ് തന്നെ ഇവിടെ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ആധാർ കാർഡിൽ വലിയക്ഷരത്തിലാണോ ചെറിയക്ഷരത്തിലാണോ ഈ ഒരു പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ആധാർ കാർഡിൽ ഇനീഷ്യൽ ഉണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. ആധാർ കാർഡിൽ ഇനീഷ്യൽ ഉണ്ട് എങ്കിൽ ഇവിടെ രേഖപ്പെടുത്തുമ്പോഴും ഇനീഷ്യലോട് കൂടി തന്നെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പേരിനും ഇനീഷ്യലുകൾക്കും ഇടയിൽ സ്പേസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു സ്പേസുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ പേര് ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ഇങ്ങോട്ട് പകർത്തി എൻറ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി കുട്ടിയുടെ ജനന തീയതി രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആധാർ കാർഡിൽ എങ്ങനെയാണോ ജനന തീയതി ഉള്ളത് അതുപോലെ തന്നെ കൃത്യമായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികളുടെ ആധാർ കാർഡിൽ ജനിച്ച വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ജനന തീയതി മുഴുവനായിട്ട് കാണുകയില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ ഒരു കുട്ടിയുടെ ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് അതിൽ മുഴുവനായിട്ടുള്ള ജനന തീയതി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായിട്ടുള്ള ജനന തീയതി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. തൊട്ടു താഴെയായിട്ട് ജെൻഡർ കാണാൻ സാധിക്കും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ഈ ഒരു കുട്ടിയെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ ഫോമിൽ എങ്ങനെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് പ്രകാരം ഇവിടെ ഓട്ടോമാറ്റിക്കായി വരികയാണ് ചെയ്യുക. അത് നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളും കുട്ടിയുടെ ആധാർ കാർഡിലുള്ളതുപോലെ തന്നെയാണോ എന്ന കാര്യം ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണ് എങ്കിൽ ആ ഒരു ഫോം ഇതേ രീതിയിൽ സബ്മിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.